ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് സി ചോദിക്കുന്ന ജോഗ്രഫി സെഷനിലെ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒലിവ് ബോർഡ് എന്നുള്ള ഒരു ടെസ്റ്റ് സീരീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് കൺട്രി ക്യാൻ ദ റിവർ ഹുവാങ് ബി ലൊക്കേറ്റഡ്? ഹുവാങ് എന്നുള്ള റിവർ ഏത് കൺട്രിയിലാണ് കാണപ്പെടുന്നത് ചൈനയിലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ക്യാൻ എ പ്രയറി ബി ഫൗണ്ട്? പ്രയറി എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? അത് നോർത്ത് അമേരിക്കയിലുള്ള ഒരു ഗ്രാസ് ലാൻഡിനാണ് പ്രയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ പാർട്ട് നോക്കാം. പ്രയറീസ് ആർ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ദേ ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഈ ഗ്രാസ് ലാൻഡ്സിനാണ് പ്രയറി എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് ലാൻഡിനെ പ്രയറീസ് എന്ന് പറയും. പല സ്ഥലത്തും പല പേരിലാണ് അതിനെ അറിയപ്പെടുന്നത്. അർജൻറ്റീനയിൽ അതിനെ പമ്പാസ് എന്നും, നോർത്ത് അമേരിക്കയിൽ പ്രയറീസ്, സൗത്ത് അമേരിക്കയിൽ വെൽഡ്, സെൻട്രൽ ഏഷ്യയിൽ സ്റ്റെപ്പി, ഓസ്ട്രേലിയയിൽ ഡൗൺ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോറിഡ് സോൺ ലൈസ് ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെ ഇപ്പം ഇക്വേറ്ററിന് ഭൂമിയെ നമ്മളിപ്പോൾ പല രീതിയിൽ ക്ലാസിഫൈ. സെൻട്രൽ കൂടെ പോകുന്നതിന് ഇക്വേറ്റർ, മോളിൽ 23.5, മോളിൽ 66, അങ്ങനെയുള്ള രീതിയിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സൗത്തിലും അതുപോലെ 23.5, പിന്നെ 66.5, 90 ഡിഗ്രി ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ടോറിഡ് സോൺ എന്ന് പറയുന്നത് ഏത് റീജിയണിൽ കാണുന്നതാണ് പറയുന്നത്? 23.5 ഡിഗ്രി നോർത്തിനും 23.5 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഒരു റീജിയനെ നമ്മളെന്ത് പറയുന്നത്? ടോറിഡ് സോൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും മുകളിൽ നോർത്തിൽ വരുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സൗത്തിൽ വരുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള ആ ഒരു റീജിയൻസിനാണ് എന്ത് പറയുന്നത്? ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ടൈഗ ഈസ് എ കൈൻഡ് ഓഫ്. ടൈഗ എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്? അതൊരു ഫോറസ്റ്റ് റീജിയൻ ആണെന്ന് പറയുന്നത് ടൈഗ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു താഴത്തൊരു പാർട്ടൊന്ന് വായിച്ചു. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ടൈഗ ഓൾസോ നോൺ ആസ് ബൊറിയൽ ഫോറസ്റ്റ് ഓർ സ്നോ ഫോറസ്റ്റ്. മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന കാടുകളെയാണ് ടൈഗ എന്ന് പറയുന്നത്. ഈസ് എ ബയോം ക്യാരക്ടറൈസ്ഡ് ബൈ കോണിഫറസ് ഫോറസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് മോസ്റ്റ്ലി ഓഫ് പൈൻസ്, സ്പ്രൂസസ് ആൻഡ് ലാർച്ചസ്. ഈ ഒരു കോണിഫറസ് മരങ്ങളൊക്കെ നിൽക്കുന്ന, പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്പ്രൂസസും ലാർച്ചസൊക്കെയുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന കാടുകളെയാണ് ടൈഗ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് മെറിഡിയനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഇന്ത്യയിൽ പറയുന്നത്. എൽ നിനോ എന്ന് വെച്ചാൽ എന്താണ്? എൽ നിനോ എന്ന് വെച്ചാൽ ഒരു വാം കറണ്ടിനാണ് എൽ നിനോ എന്ന് പറയുന്നത്. എൽ നിനോ മീൻസ് എൽ നിനോ സദേൺ ഓസിലേഷൻ, കോമൺലി നോൺ ആസ് എൻസോ എന്ന് പറയും. ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ബാൻഡ് ഓഫ് വാം ഓഷൻ വാട്ടർ ദാറ്റ് ഡെവലപ്സ് ഇൻ ദ സെൻട്രൽ ആൻഡ് ഈസ്റ്റ് സെൻട്രൽ ഇക്വറ്റോറിയൽ പസഫിക്. When does the northern hemisphere experience in winter solstice? എപ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ വിൻ്റർ സോൾസ്റ്റൈസ് അനുഭവപ്പെടുന്നത്? 21st ജൂണിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റൈസ് അനുഭവപ്പെടുന്നത് എന്നാണ്. അയ്യോ തെറ്റി, 21st ജൂണിലല്ല, തെറ്റ ആൻസറാണ് 21st ജൂൺ. 22nd ഡിസംബറിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ. അതൊരു കൺഫ്യൂഷൻ വന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റൈസ് ഉണ്ടാകുന്നത് 22nd ഡിസംബറിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് വായിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ അത് 21st ജൂണിലൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. സോൾസ്റ്റൈസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ എർത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് ടിൽറ്റഡ് അബൌട്ട് 23.4 ഡിഗ്രി റിലേറ്റീവ് ടു എർത്ത് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. ഭൂമി ഒരു 23.4 ഡിഗ്രി ചരിഞ്ഞാണ് കറങ്ങുന്നത്. അത് കാരണമാണ് ഈ സോൾസ്റ്റൈസ് ഉണ്ടാകുന്നത്. ഡ്യൂറിങ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ സമ്മർ സോൾസ്റ്റൈസ് വിച്ച് ഓൾവേസ് ഫാൾസ് അറൗണ്ട് ദ June 21, ദ സദേൺ ഹെമിസ്ഫിയർ ഗെറ്റ്സ് ഇറ്റ് വിൻ്റർ സോൾസ്റ്റൈസ്. ജൂൺ 21 ആകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിലാണ് എന്തുണ്ടാകുന്നത്? വിൻ്റർ സോൾസ്റ്റൈസ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് 21st ജൂൺ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 23rd ജൂണാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് 21st ജൂണിൻ്റെ ഈ ടൈമിലൊക്കെയാണ് നമുക്ക് സദേൺ ഹെമിസ്ഫിയറിൽ എന്തുണ്ടാകുന്നത്? വിൻ്റർ സോൾസ്റ്റൈസ് എക്സ്പീരിയൻസ് ആകുന്നത്. അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻ്റർ സോൾസ്റ്റൈസ് ഉണ്ടാകുന്നത് എപ്പോഴായിരിക്കും? December 22 ഏകദേശം ആ ഒരു സമയത്തൊക്കെ ആകുമ്പോഴാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ സംഭവം വിൻ്റർ സോൾസ്റ്റൈസ് അനുഭവപ്പെടുന്നത്. 8th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് സലൈനിറ്റി ഓഫ് ഓഷൻ? ഓഷൻ്റെ ഉപ്പിൻ്റെ ഒരു സലൈനിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 35 gram per liter ആണ് സാൾട്ട് വാട്ടർ അല്ലെങ്കിൽ സാൾട്ടിൻ്റെ ഒരു ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സലൈനിറ്റി എന്ന് പറയുന്നത്. ദ റിസർച്ച് സ്റ്റേഷൻ ദക്ഷിൺ ഗംഗോത്രി ഈസ് ഇൻ. ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്ന റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? അന്റാർട്ടിക്കയിലാണുള്ളത്. ഇന്ത്യയുടെ ഒരു റിസർച്ച് സ്റ്റേഷനാണ് ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത്.
അതൊരു ഫസ്റ്റ് സയൻറ്റിഫിക് ബേസ് സ്റ്റേഷൻ ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയുടെ അത് കാണപ്പെടുന്ന അർജൻറ്റീനയിലും. ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു. ഓറോഗ്രാഫിക് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മൗണ്ടൈൻസിൻ്റെ പ്രസൻസ് ആണ് ഈ ഓറോഗ്രാഫിക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മൗണ്ടൈൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ റെയിൻ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള പ്രസിപ്പിറ്റേഷനും എല്ലാം ഈ ഓറോഗ്രാഫിക് ആയിട്ടുള്ള വാക്ക് വെച്ച് വരാറുണ്ട്. പക്ഷെ മഴ ഈ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് പെയ്യുന്ന മഴയെ തടഞ്ഞു നിർത്തും, എന്നിട്ട് അത് മഴയായിട്ട് പെയ്യിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം. എർത്തിൻ്റെ കറക്കം എങ്ങനെയാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് എർത്തിൻ്റെ റൊട്ടേഷൻ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സീസണൽ വിൻഡ്. ഇവിടെ സീസണൽ വിൻഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? മൺസൂൺ വിൻഡാണ് സീസണൽ വിൻഡിൻ്റെ ഒരു എക്സാമ്പിൾ. വിച്ച് കൺട്രി ഡസ് നോട്ട് ടച്ച് ദ സഹാറ ഡെസേർട്ട്. സഹാറ ഡെസേർട്ട് ടച്ച് ചെയ്ത കൺട്രി ഇതിലേതാണ്? സൗത്ത് ആഫ്രിക്കയാണ്. ബാക്കിയുള്ള ഈജിപ്ത്, സുഡാൻ, മൊറോക്കോ എല്ലാം എന്താണ്? സഹാറ ഡെസേർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ രാജ്യങ്ങളുടെയൊക്കെ ഭാഗമാണ് ഈ സഹാറ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് കവർ ചെയ്യുന്ന കൺട്രീസിൻ്റെ പേര് തന്നിട്ടുണ്ട്. അൾജീരിയ, ചാഡ്, ഈജിപ്ത്, ലിബിയ, മാലി, മൗറേഷ്യാന, മൊറോക്കോ, നൈഗർ, വെസ്റ്റേൺ സഹാറ, സുഡാൻ ആൻഡ് ടുനീഷ്യ. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം സഹാറ ടച്ച് ചെയ്ത് വരുന്ന രാജ്യങ്ങളാണ്. 14th ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സിൻ്റെ പ്രൊപ്പഗേഷൻ സഹായിക്കുന്ന ഏത് ലെയറാണ്? അയണോസ്ഫിയർ ആണ്. ദ ഓൺലി ഫ്ലോട്ടിംഗ് വൈൽഡ് ലൈഫ് പാർക്ക് ഇൻ ദ വേൾഡ് ഈസ് പ്ലേസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഏത് സ്റ്റേറ്റിലാണ് ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഉള്ളത്? മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ കേബിൾ ലംജാവോ നാഷണൽ പാർക്കാണ് വേൾഡിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അതുള്ളത് ലോക്തക് ലേക്കിലാണ്. അതിൻ്റെ അകത്തുള്ള ഈ എന്താ പറയുക, ഹ്യൂമസും ഈ പ്ലാന്റ്സിൻ്റെ പാർട്ടും റിമൈൻസ് എല്ലാം ചേർന്ന് ഇങ്ങനെ ഒഴുകി നടക്കുന്ന പീസ് ഓഫ് ലാൻഡ്സിനാണ് ഫുംഡീസ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണ്? നൈട്രജൻ ആണ്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. നൈട്രജൻ്റെ 78%, ഓക്സിജൻ 21%, ആർഗൺ 0.93%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% ആണ് അറ്റ്മോസ്ഫിയറിലുള്ളത്, എർത്ത് അറ്റ്മോസ്ഫിയറിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ആൻറ്റിസിഡൽ റിവർ. ആൻറ്റിസിഡൽ റിവർ അല്ലാത്തത് ഏതാണ്? താപ്പിയാണെന്ന് പറയുന്നത് ആൻറ്റിസിഡൽ റിവർ അല്ലാത്തത്. അപ്പോൾ ആൻറ്റിസിഡൽ റിവർ എന്ത് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് റിവർ ഫ്ലോസ് എഗെയിൻസ്റ്റ് ദ സ്ലോപ്പ് ബിക്കോസ് ദ ചാനൽ റിവർ ഈസ് ഓൾഡർ ദാൻ ദ റിലീഫ്. എന്ന് വെച്ചാൽ റിവറിൻ്റെ ഒഴുക്ക് എങ്ങോട്ടായിരിക്കും? അതിൻ്റെ ആ ചരിവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒഴുക്കുള്ള റിവേഴ്സിനാണ് ആൻറ്റിസിഡൽ റിവേഴ്സ് എന്ന് പറയുന്നത്. സച്ച് റിവേഴ്സ് എക്സിസ്റ്റ് ബിഫോർ ദ സർഫസ് റിലീഫ് വാസ് ഇംപ്രസ്ഡ് അപ്പോൺ ദ ഏരിയ. പക്ഷേ ആ ഒരു സർഫസ് ഏരിയ വരുന്നതിന് മുമ്പോട്ടുണ്ടായിരുന്ന റിവേഴ്സ് ആയിരിക്കും ഈ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സൈഡിൽ ചരിവുണ്ടോ കുന്നുകളുണ്ടോ അതിനൊന്നും ബാധകമല്ലാതെ ഒഴുകുന്ന റിവേഴ്സാണ് ആൻറ്റിസിഡൽ റിവേഴ്സ് എന്ന് പറയുന്നത്. 18. വെയർ ആർ യു മോസ്റ്റ് ലൈക്ലി ടു ഫൈൻഡ് മഷ്റൂം റോക്സ്. മഷ്റൂം റോക്സ് കാണപ്പെടാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? താർ ഡെസേർട്ടിലാണ്. ദേ ആർ ഫോംഡ് വെൻ വിൻഡ് ഇറോഡ്സ് ദ ലോവർ സെക്ഷൻ ഓഫ് ദ റോക്ക് മോർ ദാൻ ദ അപ്പർ പാർട്ട്. ഈ ഇറോഷൻ നടക്കുമ്പോൾ ആ ഒരു വലിയ റോക്ക് ഉണ്ടെങ്കിൽ റോക്കിൻ്റെ മോൾ ഭാഗത്തിനേക്കാളും കൂടുതൽ താഴ്ഭാഗം വിൻഡ് ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റോക്സാണ് മഷ്റൂം റോക്സ്. നമ്മൾ ഒരുതരം മഷ്റൂം പോലെ തന്നെ, മഷ്റൂമിൻ്റെ പ്രത്യേകത എന്താണ്? നടുക്കൊരു സ്റ്റെമ്മ് മുകളിലൊരു ഉണ്ട പോലത്തെ ഒരു പാർട്ടിലേ വരുന്നത്, ഡോം പോലത്തെ. ഈ റോക്സ് അങ്ങനെ ആയിരിക്കും. മുകളിലൊരു ഡോം പാർട്ട് ഉണ്ടാവും, താഴെ ഒരു സ്റ്റെം പാർട്ടാണ് ഉള്ളത്. 19th ക്വസ്റ്റ്യൻ, ഖാദർ ആൻഡ് ബാങ്കർ ആർ ദ 2 ടൈപ്സ് ഓഫ് ഡാഷ്. ഖാദർ ആൻഡ് ബാങ്കർ ആർ അലൂവിയൽ സോയിൽസിൻ്റെ 2 ടൈപ്സ് ആണ്. ഓക്കെ. 20th ക്വസ്റ്റ്യൻ, ദ ലേക്ക് കട്ട് ഓഫ് ഫ്രം ദ റിവർ ബൈ മിയാൻഡർ ലൂപ്പ് ഈസ് നോൺ ആസ്. ഓക്സ്ബോ ലേക്ക്. മിയാൻഡർ ഇത് കാരണം മിയാൻഡർ മീൻസ് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ അവിടെ കട്ടാവുന്ന ആ റിവറിൻ്റെ ഒഴുക്ക് കാരണം അവിടെ എന്തോ ഒരു യു ഷേപ്പിൽ കട്ടാവും. അതിനാണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഗംഗയുടെ ട്രിബ്യൂട്ടറി അല്ലാത്തത് ഏതാണ്? ഹൂഗ്ലി. അപ്പോൾ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഏതൊക്കെയാണ്? സോൺ, കോശി, ഗന്ധക് ഒക്കെ ഏതിൻ്റെയാണ്? ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻഡോജനിക് ഫോഴ്സ്. എൻഡോജനിക്കും എക്സോജനിക്കും ഉണ്ട്. എൻഡോജനിക് മീൻസ് ഭൂമിയുടെ അകത്തുനിന്നുണ്ടാവുന്ന ഫോഴ്സസിനാണ് എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. എക്സോജനിക് മീൻസ് പുറത്തുനിന്നുണ്ടാകുന്ന ഫോഴ്സസ്. അപ്പം എൻഡോജനിക് ഫോഴ്സ് അല്ലാത്തതിൽ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വിൻഡ് ഒരിക്കലും ഭൂമിയുടെ അകത്തുനിന്നുണ്ടാകുന്നില്ലല്ലോ, പുറത്തുനിന്നുണ്ടാകുന്നില്ലേ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എൻഡോജനിക് ഫോഴ്സസിൻ്റെ എക്സാമ്പിൾ എർത്ത് ക്വേക്ക്, വോൾക്കാനോസ്, ലാൻഡ് സ്ലൈഡ്, ഷിഫ്റ്റിംഗ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് ഒക്കെയാണ് എൻഡോജനിക് ഫോഴ്സസ്. എക്സോജനിക് ഫോഴ്സ് എന്താണ്? റിവർ, വിൻഡ്, സീ വാട്ടർ, ഗ്ലേസിയേഴ്സ് ഒക്കെയാണ് എക്സോജനിക് ഫോഴ്സസ്. വിച്ച് പെയർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് വരുന്നത് ഏതൊക്കെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേസ് ചേരുമ്പോഴാണ്?
NH1 ആൻഡ് NH2 ചേർന്നിട്ടാണ് എന്ത് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, പണ്ടത്തെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ദ പി വേവ് ഓഫ് എർത്ത് ക്വേക്ക് ആർ ഡാഷ് നേച്ചർ. എർത്ത് ക്വേക്കിലെ പി വേവ് എന്ത് നേച്ചറാണുള്ളത്? ലോങ്ങിറ്റ്യൂഡൽ നേച്ചർ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് വേവ്സ് ആണുള്ളത്: പി വേവ്, എസ് വേവ്, എൽ വേവ്. പി വേവ്സ് ലോങ്ങിറ്റ്യൂഡൽ വേവ്സും എസ് വേവ്സ് ട്രാൻസ്വേഴ്സൽ വേവ്സും എൽ വേവ്സ് സർഫസ് വേവ്സും ആണ്. പി വേവ്സ് ലോങ്ങിറ്റ്യൂഡൽ വേവ്സ്, എസ് വേവ്സ് ട്രാൻസ്വേഴ്സ് വേവ്സ്, എൽ വേവ്സ് സർഫസ് വേവ്സ്. വെയർ ഡു വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ഒക്കറിങ് ഇൻ ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് നേപ്പാൾ ഒറിജിനേറ്റ്? ഇന്ത്യയിലും പാകിസ്ഥാനിലും നേപ്പാളിലൊക്കെ അഫക്റ്റ് ചെയ്യുന്ന വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്ഭവ കേന്ദ്രം മെഡിറ്ററേനിയൻ സീ ആണ്. 26 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്സ് ആർ ഓൾസോ കോൾഡ് പ്രൈമറി റോക്സ്? ഇവിടെ പ്രൈമറി റോക്സ് എന്ന് പറയാൻ പറ്റുന്ന റോക്സ് ഏതാണ്? ഇഗ്നിയസ് റോക്സ് ആണ്. കാരണം ഇഗ്നിയസ് റോക്സ് ആർ ഫോം ഫ്രം മാഗ്മ, ദ മോൾട്ടൺ മെറ്റീരിയൽ ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്. ഭൂമിയുടെ സെൻറ്ററിൽ നിന്നുണ്ടായ വസ്തുവിൽ നിന്നുണ്ടായിരിക്കുന്ന റോക്കുകളാണ് ഈ ഇഗ്നിയസ് റോക്സ് എന്ന് പറയുന്നത്. കാരണം മോൾട്ടൺ ലാവയിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇഗ്നിയസ് റോക്സ് ബിഗിൻ ദ റോക്ക് സൈക്കിൾ ആൻഡ് ദെയർ ഫോർ എയർ കോൾഡ് പ്രൈമറി റോക്സ്. അപ്പോൾ ഈ ഒരു റോക്ക് സൈക്കിളിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇഗ്നിയസ് റോക്കിൽ നിന്നായതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയും? പ്രൈമറി റോക്സ് എന്നാണ് പറയുന്നത്. 2 major divisions include volcanic or extrusive rocks that form magma is ejected from the earth crust, and intrusive rocks which are created below the surface. ഓക്കെ, എർത്തിൻ്റെ ക്രസ്റ്റിൽ നിന്ന് വരുന്ന ലാവ അത് തണുത്തുറഞ്ഞുണ്ടാകുന്ന എക്സ്ട്രൂസീവ് റോക്ക് എന്നും, അകത്തുനിന്ന് ഇൻസൈഡിൽ നിന്ന് വരുന്നത് എന്ത് പറയും നമ്മൾ? ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയും. 27th question. The Black Sea does not touch which of the following countries? ഇതിൽ ബ്ലാക്ക് സീ ടച്ച് ചെയ്യാത്ത കൺട്രീസ് ഏതാണ്? സെർബിയ. അപ്പം ടച്ച് ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? ടർക്കി, റഷ്യ, ബൾഗേറിയ. അപ്പം ബൾഗേറിയ, റഷ്യ, ഉക്രൈൻ, ജോർജിയ, ടർക്കി, റൊമാനിയ. ഇതൊക്കെ ബ്ലാക്ക് സീയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ബൾഗേറിയ, റഷ്യ, ഉക്രൈൻ, ജോർജിയ, ടർക്കി, റൊമാനിയ. 28th question. Which option represent the 2 main mineral constituents of the continental crust? കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ മേൽഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? സിലിക്കയും അലൂമിന ആണ്. അലൂമിനിയം ആവരുത്. അലൂമിന, സിലിക്ക, സിയാൽ എന്ന് പറയും. സിലിക്ക ആൻഡ് അലൂമിന. 29th question. Where is the കാൻഡ്ല പോർട്ട് ലൊക്കേറ്റഡ്? കാൻഡ്ല പോർട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ഗൾഫ് ഓഫ് കച്ച് ആണ്. ഗുജറാത്തിലുള്ള ഗൾഫ് ഓഫ് കച്ചിലാണ് കാൻഡ്ല പോർട്ട് ഉള്ളത്. നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30th question. വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഡെപ്ത് ഓഫ് ദ ക്രസ്റ്റ് ഓൺ ദ ഓഷൻ ഫ്ലോർ? ഓഷൻ ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ കടൽ തീരത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഡെപ്ത്, ആഴം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്രസ്റ്റിൻ്റെ ഡെപ്ത് വരുന്നത് 5 kilometers ആണ് വരുന്നത്. ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എർത്ത് ക്രസ്റ്റ് ഈസ് അബൌട്ട് 35 kilometers ഡീപ്പ് ഓൺ ദ കോണ്ടിനെൻ്റൽ മാസ്. ഇതേ കോണ്ടിനെൻ്റൽ മാസിൽ തന്നെ ഒരു എർത്തിൻ്റെ ക്രസ്റ്റിൻ്റെ ഡെപ്ത് വരുന്നത് 35 kilometers വരാറുണ്ട്. ആൻഡ് 5 kilometers ഡീപ്പ് ഓൺ ദ ഓഷൻ ഫ്ലോർ. ഓഷൻ ഫ്ലോറിൽ നിന്നാണെങ്കിൽ, കാരണം ഓഷൻ അത്രയും താഴ്ച വരുമല്ലോ, എന്നിട്ട് ആ ഓഷൻ ഫ്ലോറിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്? ഓഷൻ ഫ്ലോറിൻ്റെ മേളിലാണ് നമ്മൾ ഈ കിടന്ന കടൽ എന്നുള്ള ആ വെള്ളം നിൽക്കുന്നത്. അതിൻ്റെ താഴോട്ട് എത്രയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ക്രസ്റ്റ് 5 kilometers ഡെപ്തൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ കരഭാഗം ഉണ്ടാവല്ലോ, സീ ലെവലിലോ കരഭാഗത്ത് നിന്നൊക്കെ കുഴിച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 35 kilometers താഴെയാണ് അതിൻ്റെ ക്രസ്റ്റിൻ്റെ ഒരു വിറ്റ്നസ് പോകുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ജോഗ്രഫിയിലെ ഫസ്റ്റ് പാർട്ടിലെ 30 questions ആണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.